ഓക്കെ, സോ പുതിയ വർഷം പുതിയ എ സീരീസ് ഫോണുകൾ. ഇതാണ് ഗാലക്സി A36 5G, ഇതാണ് ഗാലക്സി A56 5G. സോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ A55 ആൻഡ് A35 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫോണുകളിൽ എന്തൊക്കെ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, എന്തൊക്കെ സെയിം ആണ്, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഇതാണ് ഈ രണ്ട് ഫോണുകളുടെ ബോക്സ്. ഇത് ആക്ച്വലി സ്പെഷ്യൽ ബോക്സ് ആണ്. ഇതിന്റെ ഉള്ളിലുള്ളതാണ് മെയിൻ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ് ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സാംസങ് ഫോണുകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്നൊരു ഫീഡ്ബാക്ക് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, സാംസങ് ഇപ്പം പതുക്കെ അവരുടെ ക്യാമറ മോഡ്യൂളിന്റെ ലുക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്തിടെ കണ്ട സാംസങ് ഗാലക്സി F06 5Gയിലാണ് ആദ്യമായിട്ട് ഞാൻ അത് കണ്ടത്. ഈ രണ്ട് ഫോണുകളിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇത്തവണ ഈ കാണുന്ന പുതിയ ലീനിയർ ഫ്ലോട്ടിംഗ് ക്യാമറ ഐലൻഡ് ഡിസൈൻ ആണ് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, രണ്ട് ഫോണുകളുടെ വലിപ്പം ഒരുപോലെയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന 5000 mAh ബാറ്ററി വെച്ചോണ്ട് ഇത്തവണ ഈ രണ്ട് ഫോണുകളുടെ വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും സാംസങ് കുറച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളുടെ വെയിറ്റ് 200 ഗ്രാമിന്റെ താഴെയും തിക്നെസ് കുറച്ച് 7.4 mm ആക്കിയിട്ടുണ്ട്. സോ ഈ രണ്ട് ഫോണുകൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വെയിറ്റിലും തിക്നെസ്സിനും വന്നിരിക്കുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്നതുപോലെ ഇത്തവണയും ഈ രണ്ട് ഫോണുകളുടെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഉണ്ട്. അതായത് ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡിലാണ് വരുന്നത്. ചുറ്റുമുള്ളത് ബ്രഷ്ഡ് മെറ്റൽ ഫ്രെയിം ആണ്, കർവ്ഡ് കോർണേഴ്സ് ഉണ്ട്, ഫ്ലാറ്റ് ഫ്രെയിം ബോക്സി ഡിസൈനിലാണ് വരുന്നത്. വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ ഉള്ള പോർഷൻ മാത്രം ലേശം പൊന്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഈ രണ്ട് ഫോണുകളും കയ്യിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്ലാസ് ബാക്കും മെറ്റൽ ഫ്രെയിം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ സെയിം ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഈ രണ്ട് ഫോണുകൾക്ക് കൊടുത്തിട്ടുണ്ട്. സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഗാലക്സി A56 ഓസം ലൈറ്റ് ഗ്രേ, ഓസം ഗ്രഫൈറ്റ്, ഓസം ഓലിവ് ആൻഡ് ഓസം പിങ്ക് എന്നീ 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഗാലക്സി A36 ഓസം ലാവെൻഡർ, ഓസം ബ്ലാക്ക്, ഓസം വൈറ്റ് ആൻഡ് ഓസം ലൈം ആണ് 4 കളർ ഓപ്ഷൻസ്. ഈ രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേ സൈസ് 6.6 ഇഞ്ച് എന്ന് കൂട്ടി 6.7 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ബാക്കി സെയിം ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളും HDR10+ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. രണ്ടിന്റെയും HBM ബ്രൈറ്റ്നസ് 1000 nits നിന്ന് 1200 nits ആക്കിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോട്ടം ബെസൽസ്, അതായത് ചിന്ന് പൊടിക്ക് കൂടുതലാണ്. എന്നാൽ നല്ല പഞ്ചി കളേഴ്സ് ഉള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസും TV സീരീസ് മൂവീസ് ഒക്കെ കാണാറുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും നല്ല വീഡിയോയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഈവൻ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്താലും വെയിലുണ്ടെങ്കിലും ഡിസ്പ്ലേയിലുള്ള ഫോട്ടോസും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർലി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ 5000 mAh ബാറ്ററിയാണ് രണ്ട് ഫോണിൽ വരുന്നത്. ചാർജിങ് സപ്പോർട്ട് 25 വാട്ടിൽ നിന്ന് കൂട്ടി 45 വാട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അറിയാലോ, ഈ രണ്ട് ഫോണുകളുടെ ബോക്സിന്റെ കൂടെ അല്ലെങ്കിൽ ബോക്സിൽ ചാർജർ വരില്ല, നിങ്ങളത് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നൈസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈസിലി ഈ രണ്ട് ഫോണുകളുടെ കൂടെ 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടും. കഴിഞ്ഞ വർഷം വന്ന ഗാലക്സി A55 ഉണ്ടായിരുന്ന Exynos 1480 ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ അത് Exynos 1580 ആക്കിയിട്ടുണ്ട്. AnTuTu സ്കോറിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 7 lakh സംതിങ് ആയിരുന്നു, ഇത്തവണ 9 lakh സംതിങ് കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കുക. സാംസങ്ങിന്റെ A സീരീസ് ഫോണുകൾ പ്യുവർ ഗെയിമിംഗ് അല്ലെങ്കിൽ ഹെവി ഗെയിമിംഗ്, പ്രോ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺസ് അല്ല. ഓക്കെ, എന്നാൽ നല്ല സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ഫോണാണ്. ഫോർ എക്സാമ്പിൾ ഇതാ കണ്ടില്ലേ, ഞാൻ A56 ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഓൾമോസ്റ്റ് 90% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. ഞാൻ BGM എടുത്ത് നോക്കിയപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് 30 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. A55 ആദ്യം 30 FPS ആയിരുന്നു. കാരണം പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട് BGM അതിന് വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നീട് A55 സ്മൂത്ത് എക്സ്ട്രീം, അതായത് 60 FPS ഫീച്ചർ അൺലോക്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ A56 അപ്ഡേറ്റിന് ശേഷം അത് അൺലോക്ക് ആവും. പിന്നെ ഗെയിമിംഗ് ആണെങ്കിലും ക്യാമറ യൂസ് ആണെങ്കിലും അങ്ങനെ ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ അതായത് ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അതൊക്കെ നല്ലോണം സാംസങ് മാനേജ് ചെയ്തിട്ടുണ്ട്. 8GB 128GB, 8GB 256GB ആൻഡ് 12GB 256GB ആണ് A56ന്റെ 3 RAM സ്റ്റോറേജ് വേരിയൻസ്. ഗാലക്സി A36 ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 6 Gen 3 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസന്റ് ചിപ്സെറ്റ് ആണ്. അതായത് പെർഫോമൻസ് അല്ലെങ്കിൽ ഭയങ്കര ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ചിപ്സെറ്റ് അല്ല. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും അതൊക്കെ ഈ ചിപ്സെറ്റ് നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ BGMI ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, 60 FPS അതായത് സ്മൂത്ത് എക്സ്ട്രീം സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും A56 വരും, അതാണ് ഞാൻ പറഞ്ഞത്. ഈ A36ന്റെ 3 വേരിയൻസ് ആണ് 8128, 8256 ആൻഡ് 12256. സോ ഇത്തവണ A36 ഒരു 12GB വേരിയന്റും സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ലേറ്റസ്റ്റ് Android 15 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് One UI 7 ആണ് തന്നിരിക്കുന്നത്. 4 വർഷത്തിൽ നിന്ന് കൂട്ടി ഇത്തവണ 6 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് സാംസങ് ഈ രണ്ട് ഫോണിലും പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ പുതിയ One UI 7ന്റെ ഭാഗമായിട്ട് അറിയാലോ, പുതിയ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വന്നിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി റൗണ്ടഡ് ഐക്കൺസ് ആണ് വരുന്നത്. റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ടോഗിൾസ്, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ, ഈ ക്വിക്ക് ടോഗിൾസ് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും, സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പുതിയ വിഡ്ജറ്റുകൾ വന്നിട്ടുണ്ട്. ലൈവ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുന്ന നൗ ബാറിന്റെ
ഫീച്ചർ, പിന്നെ സാംസങ്ങിൻ്റെ ഫോൺസിൽ വരാറുള്ള നോക്ക് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ് വാളറ്റ്, NFC സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ഓട്ടോ കോൾ റെക്കോർഡിംഗിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ഔട്ട് ഓഫ് ദ ബോക്സ് സാംസങ്ങിൻ്റെ ഗാലക്സി AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് സർക്കിൾ ടു സെർച്ചിൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിൾ ടു സെർച്ചിൻ്റെ ഫീച്ചർ മാത്രമാണ് നമ്മൾ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഓൺ ഡിവൈസ് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഒന്നിൽ കൂടുതൽ വീഡിയോസിൽ നിന്ന് ഹൈലൈറ്റ്സ് മാത്രം കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ടാക്കി തരുന്ന ഓട്ടോ ട്രിം ഫീച്ചർ. വളരെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫേസ് മാത്രം സെലക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫേസ് ഫീച്ചർ. ഒരു വീഡിയോയുടെ മേളിൽ നമുക്ക് ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ആ പോർഷൻ മാത്രം സ്ലോ മോഷൻ ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഇറേസർ ഫീച്ചർ, ഈ AI സെലക്ട് ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് ഒരു പോർഷൻ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, നേരെ എഡിറ്റ് ചെയ്യാം. മറ്റൊരു ഫോട്ടോയിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. 5G പെർഫോമൻസ് ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും നെറ്റ്വർക്ക് പെർഫോമൻസ് ആണെങ്കിലും 5G സ്പീഡ്സ് ആണെങ്കിലും അതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. രണ്ട് ഫോണിലും ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഗാലക്സി A56ൽ 50 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സലിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഗാലക്സി A36ൽ 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. സാംസങ്ങിന്റെ A സീരീസ് ഫോണുകളായതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നല്ല പഞ്ചി കളേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് വരുന്നത്. ഓക്കെ, കാണാൻ നല്ല രസമുള്ള ഫോട്ടോസ് ആണ്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ സ്കിൻ ടോൺ ആണെങ്കിലും അതും നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതാണ് അൾട്രാവൈഡ് ഫോട്ടോസ്. A56ൽ തീർച്ചയായിട്ടും 12 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി അധികം ഡീറ്റെയിൽസ് നമുക്ക് A56ന്റെ അൾട്രാവൈഡ് ഫോട്ടോസിലാണ് കിട്ടുന്നത്. പിന്നെ A56ന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 2x പോർട്രേറ്റ് ഫോട്ടോസും എടുക്കാൻ പറ്റും. പിന്നെ ഈ രണ്ട് ഫോണുകളുടെ മെയിൻ ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റേബിൾ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഗാലക്സി A56 ആൻഡ് A36 രണ്ടിന്റെയും റിയർ ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ചെക്ക്ഔട്ട് ചെയ്യാം. ഈ ഗാലക്സി A56ന്റെ സ്റ്റാർട്ടിംഗ് 8GB 128GB പ്രൈസ് ആണ് 41,999 രൂപ. എന്നാൽ ഇനീഷ്യൽ ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതേ പ്രൈസിൽ 8GB 256GB വാങ്ങാൻ പറ്റും. ഗാലക്സി A36ന്റെ സ്റ്റാർട്ടിംഗ് അതായത് 8GB 128GB പ്രൈസ് ആണ് 32,999 രൂപ. അവിടെയും ഇനീഷ്യൽ ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ സെയിം പ്രൈസിൽ 8GB 256GB വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ഫോണുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഫെലിക്സ് സൈനിങ് ഓഫ്. ബൈ.